തലസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ബി.ജെ.പി. ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കുന്നതായുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബി.ജെ.പി. സംബന്ധിച്ചിടത്തോളം തലസ്ഥാനത്ത് ബി.ജെ.പിക്ക് നേരിടേണ്ടി വരിക അല്ലെങ്കിൽ ബി.ജെ.പിക്ക് ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത് ശശി തരൂരാണ്. യു.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം യു.ഡി.എഫിന്റെ ശക്തനായൊരു സ്ഥാനാർത്ഥി തന്നെയാണ് ശശി തരൂർ. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ നേരിടണമെങ്കിൽ അത്രത്തോളം കരുത്തനായ ഒരു നേതാവ് തന്നെ രംഗത്ത് വന്നാൽ മാത്രമേ അതിനെ സാധിക്കുകയുള്ളൂ. എന്നാൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വളരെ അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥിയാണ് ഇത്തവണ രംഗത്തിറക്കാൻ അവർ ഉദ്ദേശിക്കുന്നത് എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. യു.ഡി.എഫിന്റെ കരുത്തനായ ശശി തരൂരിനെ നേരിടാൻ നടി ശോഭനയെ രംഗത്ത് കൊണ്ടുവരാനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സംസ്ഥാന നേതൃത്വം പറയുന്നത് കേന്ദ്ര നേതൃത്വമാണ് ഈ ഒരു കാര്യത്തിൽ, അതായത് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുക എന്ന നിലപാടാണ് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 26-ന് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ഇത്തവണ വളരെ ശക്തനും കരുത്തനുമായൊരു നേതാവിനെ ആയിരിക്കും തലസ്ഥാനത്ത് ഇറക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം കുമ്മനം രാജശേഖരൻ മുമ്പ് പറഞ്ഞിരുന്നതാണ് ഇക്കുറി ഇറക്കുമതി സ്ഥാനാർത്ഥികളൊന്നും ഉണ്ടാകില്ല എന്ന്. അദ്ദേഹം ഇത്തരത്തിലൊരു നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് നടി ശോഭന തലസ്ഥാനത്ത് ശശി തരൂരിനെതിരായി മത്സരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ സജീവമായിരിക്കുന്നത്. ബി.ജെ.പിക്ക് സാധ്യതയുള്ള മിക്ക മണ്ഡലങ്ങളിലും ബി.ജെ.പിയുടെ കരുത്തരായ അല്ലെങ്കിൽ ബി.ജെ.പിയുടെ പ്രധാന മുഖങ്ങളായ നേതാക്കളെ മുൻനിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ബി.ജെ.പി. തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നടി ശോഭനയെ മുൻനിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നൊരു തീരുമാനത്തിലേക്ക് ബി.ജെ.പി. എത്തുമോ എന്നത് വ്യക്തമല്ല. എന്നാൽ അതേസമയം ചിലയിടങ്ങളിൽ, അതായത് ബി.ജെ.പിയുടെ പ്രധാന നേതാക്കളെ മുൻനിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടും എന്നൊരു നിലപാട് അവിടെ ഉള്ളപ്പോൾ തന്നെ ചിലയിടങ്ങളിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും ബി.ജെ.പി. വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നതാണ്. ഇതിന് പിന്നാലെയാണ് ശോഭനയുടെ വാർത്ത, നടി ശോഭന മത്സരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്ത സജീവമായി മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രചരിക്കുന്നത്. അതേസമയം തിരുവനന്തപുരത്തെ പരിപാടികളിലെല്ലാം തന്നെ ശോഭന ഒരു നിറസാന്നിധ്യം തന്നെയായിരുന്നു. ശോഭനയും ബി.ജെ.പിയുമായി ഒരു സൗഹൃദം നിലനിൽക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ വരാൻ ഇത്തരത്തിൽ ശോഭന പരിപാടികളിലെല്ലാം പങ്കെടുത്തിരുന്നതും ഒക്കെ തന്നെ ഒരു കാരണമാണ്. അതുപോലെ മോദിയുടെ നാരീശക്തി എന്ന പരിപാടിയിൽ ശോഭന പങ്കെടുത്തത് വലിയ രീതിയിൽ വിവാദത്തിനും വിമർശനങ്ങൾക്കുമൊക്കെ കാരണമായിരുന്നു. തൃശ്ശൂരിൽ നരേന്ദ്രമോദി സംഘടിപ്പിച്ച നാരീശക്തി എന്ന പരിപാടിയിൽ സ്ത്രീകളെ മുൻനിർത്തി, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരിപാടിയിൽ ശോഭന പങ്കെടുത്തിരുന്നു. മാത്രമല്ല കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് ശോഭന പരിപാടിയിൽ സംസാരിച്ചിരുന്നതും ഒക്കെ തന്നെ വലിയ രീതിയിൽ വാർത്തകളിൽ ഇടം പിടിക്കുകയും വലിയ വിമർശനങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ബി.ജെ.പിയുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് സ്ത്രീകളെ മുൻനിർത്തി അല്ലെങ്കിൽ സ്ത്രീകളെ രംഗത്തിറക്കിക്കൊണ്ട് വിജയം നേടാൻ വേണ്ടിയിട്ടാണ് ബി.ജെ.പി. ശ്രമിക്കുന്നതെന്ന് പറയാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രിയെ പോലും കിട്ടിയിട്ടില്ലാത്ത കേരളത്തിൽ ബി.ജെ.പിക്ക് കേരളത്തിൽ യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ വിമർശിക്കുമ്പോഴും കേരളത്തിൽ ഇത്രയധികം സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ട് ഒരു പരിപാടി, അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ നടത്തുന്നതിലൂടെ ബി.ജെ.പിയുടെ അജണ്ട ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ്. അതുപോലെ തന്നെ ശോഭനയും ബി.ജെ.പിയുമായി ഒരു സൗഹൃദം ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും ഇതിനിടയിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ ഈ വിഷയങ്ങളോടൊന്നും തന്നെ ഇതുവരെയും ശോഭന പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല ശോഭനയോട് അടുത്ത് ഉള്ള വൃത്തങ്ങളൊന്നും തന്നെ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ഒന്നും തന്നെ നടത്തിയിട്ടില്ല. മുൻപ് സിനിമാ മേഖലയിൽ നിന്നുള്ള നടൻ ദേവൻ, അതുപോലെ തന്നെ മേജർ രവി, അതുപോലെ തന്നെ നിർമ്മാതാവായ സുരേഷ് കുമാർ ഒക്കെ തന്നെ ബി.ജെ.പിയിൽ ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു യു.ഡി.എഫ് അനുഭാവമുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. അവിടെ സാധ്യതകൾ ഏറെയും ശശി തരൂരിന് അനുകൂലമാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ മണ്ഡലത്തിലെ ഹിന്ദു, ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകളൊക്കെ തന്നെയും കഴിഞ്ഞ ചരിത്രം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാം തന്നെ ശശി തരൂരിന് അനുകൂലമായി നിന്ന വോട്ടുകളാണ് തലസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ 3 തവണ ജയിച്ചു വന്ന ശശി തരൂർ 4ാം തവണയും ജയിക്കും എന്ന പ്രതീക്ഷ യു.ഡി.എഫിനും അതുപോലെ തന്നെ ശശി തരൂരിനുമുണ്ട്. അതേസമയം CPIയുടെ സ്ഥാനാർത്ഥിയെ പന്ന്യൻ രവീന്ദ്രനെ ഉറപ്പിക്കുന്നതിലൂടെ ഒരു ശക്തനായ നേതാവിനെ യു.ഡി.എഫിന് എതിരെ നിർത്തുക എന്നൊരു ഉദ്ദേശവും ഇവിടെയുണ്ട്. ഇവിടെ ശശി തരൂരും പന്ന്യൻ രവീന്ദ്രനുമൊക്കെ വളരെ കരുത്തരായ നേതാക്കൾ തന്നെയാണ്. ഇവരുടെ മുൻപുള്ള രാഷ്ട്രീയത്തിലെ പ്രവർത്തന മികവും ഒക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ 2 ശക്തരായ സ്ഥാനാർത്ഥികളെ യു.ഡി.എഫിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ CPIയുടെ ഭാഗത്തു നിന്നും മുൻനിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്.
ഇപ്പോൾ ഈ ഒരു സമയത്ത് ആരായിരിക്കും BJPയുടെ സ്ഥാനാർത്ഥി എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ, അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ, അതുപോലെ തന്നെ V മുരളീധരൻ എന്നിവരുടെ പേരുകളൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ശോഭനയുടെ പേര് വന്നിരിക്കുന്നത്. ഈ വാർത്ത വന്നതിന് ശേഷം മാധ്യമങ്ങളിലെല്ലാം തന്നെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നത് ശോഭന BJPയിലേക്ക് ചേരുമോ, അല്ലെങ്കിൽ BJPയിലേക്ക് ചേരുകയാണെങ്കിൽ സ്ഥാനാർത്ഥിയായി, തലസ്ഥാനത്തെ ഒരു സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിക്കുമോ എന്നതാണ്. ഇനി അഥവാ BJPയുടെ സ്ഥാനാർത്ഥിയായി തലസ്ഥാനത്ത് മത്സരിക്കാൻ ശോഭന എത്തുകയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതിനെ പ്രതിരോധിക്കുക എന്നത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു.